അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയത്തിൽ നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഖൽബ് നിറച്ച് ദുആ ചെയ്തവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തുമുള്ള പ്രധാനിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു റജബിലും ശഅബാനിലും വലിയ ബറക്കത്ത് പ്രദാനിക്കുമാറാകട്ടെ. റമളാനിലേക്ക് ആയുസ് എത്തിക്കുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാ, പരിശുദ്ധവും പരിപാവനവുമായ റജബ് മാസത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇന്ന് ചൊവ്വാഴ്ചയാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും ദിക്റുകളും ദുആകളും ഇസ്മുകളുടെയും മഹത്വമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്ത് നബി തങ്ങളുടെ തിരുനാവ് കൊണ്ട് നേരിട്ട് ഒരു സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു അത്ഭുതത്തിന്റെ ദിക്റിനെ പറ്റി, അല്ല ഒരു ദുആയെ പറ്റി. ദുആയിട്ടും ചൊല്ലാൻ പറ്റുന്ന ഒരു അത്ഭുതത്തിന്റെ കാര്യം. കടം കൊണ്ട് വലഞ്ഞപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത മനുഷ്യരില്ല. നമ്മെ സംബന്ധിച്ച് അള്ളാന്റെ പരീക്ഷണത്തിന്റെ തീച്ചുളയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ആ പരീക്ഷണത്തിന്റെ തീച്ചുളയിൽ നമ്മൾ വെന്തുരുകുമ്പോ ആ പരീക്ഷണങ്ങൾ അതിജീവനത്തിന്റെ ഏറ്റവും വലിയ വഴികളും മാർഗങ്ങളും തേടുമ്പോഴാണ് അള്ളാഹു നമുക്ക് സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു തരിക. പരീക്ഷണമുള്ളവർക്കാണ് സ്വർഗം ഉണ്ടാവുള്ളൂ. അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചവർക്കാണ് വിശ്വാസികൾ എന്ന് പറയാൻ കഴിയുക, മുത്തക്കീങ്ങൾ എന്ന് പറയാൻ കഴിയുക, മുഖലിസീങ്ങൾ എന്ന് പറയാൻ കഴിയുക. അള്ളാഹു ആ ഗണത്തിൽ ഉൾപ്പെടാൻ വലിയ തൗഫീഖ് അള്ളാഹു നമുക്ക് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനലിന്റെ കമന്റ് ബോക്സ് ഒന്ന് പരിശോധിച്ചാൽ ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കടങ്ങളുണ്ട്. ആ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറയുന്ന എത്രയോ കമന്റുകൾ. കടമില്ലാത്തവല്ല മക്കളെ കെട്ടിക്കാനും വീട് വെക്കാനും അങ്ങനെ തുടങ്ങി ഒരുപാട് ബാധ്യതകളിലായി നമ്മൾ പലരും മുന്നോട്ട് പോവാൻ എന്ന് പറഞ്ഞാൽ ഈ ദിക്ർ ചൊല്ലുമ്പോൾ അള്ളാഹു നേരിട്ട് കടം വീട്ടി തരുമെന്ന് പറയാൻ കഴിയില്ല. അള്ളാഹു അതിനുള്ള വഴികൾ തുറന്നു തരുമെന്നാണ് പറയാൻ കഴിയുക. പലപ്പോഴും നമ്മൾ ഉസ്താദുമാരുടെ വീഡിയോകളുടെ കമന്റുകൾ പരിശോധിച്ചാൽ പല ആളുകളും ചോദിക്കുന്നുണ്ട്, അങ്ങനെ കടം തീരുമെങ്കിൽ, അങ്ങനെ സമ്പത്തുണ്ടാകുമെങ്കിൽ അങ്ങ് ഉസ്താദിനെ ചൊല്ലിയിട്ട് കോടീശ്വരനായാൽ പോരെ, അങ്ങ് ഉസ്താദ് കോടീശ്വരനായിട്ട് ബാക്കി പറഞ്ഞു കൊടുക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഈ ദിക്റുകളും ദുആകളും ചൊല്ലുമ്പോൾ അള്ളാഹു നമ്മുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും പൈസ ഇടുമെന്ന് അർത്ഥമില്ല. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പിന്നെയോ അള്ളാഹു നമ്മൾ ചെയ്യുന്ന ജോലികളിൽ, നമ്മൾ ചെയ്യുന്ന കച്ചവടങ്ങളിൽ, നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് തരുമെന്നാണ് അതിന്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്ത് എന്ത് സങ്കടം വന്നാലും നൊമ്പരം വന്നാലും അവരാദ്യം ഓടിയെത്തുക ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് നബി തങ്ങളുടെ ഹളറത്തിലാണ് എല്ലാവരും ഓടിയെത്തുക. സ്വഹാബത്ത് ഓടിയെത്തുക മുത്തനബി തങ്ങളുടെ അടുക്കലാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവാണ് അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു. അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മഹാനുഭാവന്റെ കാലിന് വൈകല്യമുള്ളയാളാണ്, മുടന്തുള്ളയാളാണ്. കാലിന് വൈകല്യമുള്ളത് കൊണ്ട് തന്നെ വേഗത്തിൽ നടക്കാൻ കഴിയില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളയാളാണ് അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു. അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു ദീനി പ്രബോധനത്തിലേക്ക് മദീനയിലേക്ക് കടന്നു വന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധമായ ഉഹദ് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയം അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു തആല വല്ലാത്തൊരാഗ്രഹം മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ 9 പെൺമക്കളുണ്ട്, 9 പെൺമക്കളുണ്ട്, ഒരാണാണ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു. 10 മക്കളാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിനെയും മറ്റുള്ള മക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഉഹദ് യുദ്ധത്തിന് പോകാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. അപ്പൊ മക്കളെ ചോദിച്ചു, വാപ്പാ കാലിന് സ്വാധീനമില്ല, ആരോഗ്യമുള്ളവർ, ആഫിയത്തുള്ളവർ, ശക്തരായ ആളുകൾ പോയിട്ട് പോലും പലപ്പോഴും സങ്കടത്തോടെ നൊമ്പരത്തോടെ ഷഹീദാകുന്ന വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കാലിന് സ്വാധീനമില്ലാത്ത പ്രായാധിക്യമുള്ള വാപ്പ എന്തിനാണ് യുദ്ധത്തിന് പോവുക? പക്ഷെ വാപ്പ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം വല്ലാത്ത കടുപ്പമായതുകൊണ്ട് മക്കൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ആ മക്കളോട് വാപ്പ പറഞ്ഞത്, മക്കളെ എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കൽ മാത്രമല്ല, ഉഹദ് യുദ്ധത്തിൽ ആദ്യത്തെ ഷഹീദ് എനിക്കാകണം. എന്തൊരു ഈമാനെന്ന് നോക്കിക്കേ. പേരിനും പ്രശസ്തിക്കും പെരുമക്കും വേണ്ടിയല്ല, ഉഹദ് യുദ്ധം നടക്കുമ്പോ ആദ്യത്തെ ഷഹീദ് ഞാനാകണമെന്ന ആഗ്രഹത്തിലാണ് പോകുന്നത്. എന്നിട്ട് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നാളെ യുദ്ധത്തിന് പുറപ്പെടുകയാണ്, നിനക്കറിയാം വാപ്പാക്ക് ഉഹദ് മലയോളം കടമുണ്ട്.
വലിയ കടങ്ങളുണ്ട്, ബാധ്യതയുണ്ട്. മാത്രമല്ല 9 പെൺമക്കളുടെ ജീവിതം ബാക്കിയാണ്. 9 പെൺമക്കളുടെ ജീവിതം ബാക്കിയാണ്. അതുകൊണ്ട് മോനെ, നാളെ യുദ്ധത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞാനെങ്ങാനും ഷഹീദായി പോയാൽ കടമുള്ള അംർ ബിൻ ജമൂഹിന്റെ മയ്യത്ത് മാറ്റിവെക്കപ്പെടാൻ, എന്റെ ശുഹദ എന്ന ആ പട്ടം അള്ളാഹു സ്ഥാനം തരാൻ കടം എനിക്ക് ബാധ്യതയാകരുത്. ആ കടം നീ ഏറ്റെടുക്കാൻ തയ്യാറാകണം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു മകനാണ്. ജാബിർ റളിയല്ലാഹു അൻഹു കടം ഏറ്റെടുത്തു എന്നാണ് വാപ്പാടെ വസിയത്താണ്. കടം ഏറ്റെടുത്തു. പിറ്റേന്ന് ഉഹുദ് യുദ്ധത്തിന് വേണ്ടി അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു തആല അൻഹുവും സൈന്യവും മുത്തനബി തങ്ങൾ എല്ലാവരും പുറപ്പെട്ടു. ചരിത്രത്തിൽ കാണാം, ഉഹുദ് എന്ന് പറയുന്ന യുദ്ധരണാങ്കണ ഭൂമി കൊടുമ്പിരി കൊണ്ടപ്പോ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു തആല അൻഹുവാണ് ഉഹുദ് യുദ്ധത്തിൽ ആദ്യമായി ഷഹീദായി വീണത്. കാലിന് സ്വാധീനമില്ലാത്ത അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു ഷഹീദായി വീഴുകയാണ്. ഷഹീദായി വീണപ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കൊണ്ടുവന്ന് ജനാസ അടക്കി, കബറടക്കം കഴിഞ്ഞു. കുറെ നാളുകൾ കഴിഞ്ഞു. ജാബിർ റളിയല്ലാഹു തആല അൻഹു വാപ്പയുടെ വസിയത്ത് ഇങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ അന്തം വിട്ട് അന്താളിച്ച് നിന്നപ്പോ, സങ്കടം വല്ലാതെ സഹിക്കവയ്യാതെ വന്നപ്പോ ഇലാ ഹളറത്തി റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് കടന്നു ചെന്നിട്ട് ചോദിച്ചു, നബിയെ, ഒരു സങ്കടം പറയാനുണ്ട്. വാപ്പ ഇന്ന വസിയത്ത് ചെയ്തിട്ടാ പോയത്. 9 പെൺമക്കളാണ് വാപ്പക്കുള്ളത്, സഹോദരിമാർ എനിക്കുണ്ട്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരുപാട് കടങ്ങളുണ്ട്, വലിയ ബാധ്യതയുണ്ട്. എന്താണ് ചെയ്യണതെന്നറിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മോനെ, നീ വിഷമിക്കണ്ട, ഞാൻ നിനക്കൊരു ദുആ പഠിപ്പിച്ചു തരാം, ഒരു ദിക്ർ പറഞ്ഞു തരാം. ഇത് നീ അങ്ങ് പതിവാക്കിക്കോ, എന്തും അള്ളാഹു മാറ്റിത്തരുമെന്നാണ് ചരിത്രത്തിൽ കാണാം. ഈ ദുആ നബി തങ്ങൾ തിരുനാവ് കൊണ്ട് നേരിട്ട് ജാബിർ റളിയല്ലാഹുവിനെ പഠിപ്പിച്ചു കൊടുത്തു. 9 പെൺമക്കളെയും 9 സഹോദരിമാരെയും നന്നായി വിവാഹം കഴിപ്പിച്ചയച്ചു. ആ നാട്ടിൽ നല്ലൊരു സമ്പന്നനായി മാറാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ജാബിർ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസ്. ഏതാണ് ആ ദുആ? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, നാട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം, കടം കൊണ്ട് വലയുന്നവരാണോ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണോ, മനോവിഷമമുള്ളവരാണോ, എന്ത് പ്രയാസമാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഏതാണ് ആ ദുആ? അതാണ് സ്ക്രീനിൽ കാണുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, പടച്ചവനെ, നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. മിനൽ ഹമ്മി വൽ ഹുസ്ൻ, മനപ്രയാസവും ദുഃഖത്തെയും തൊട്ട് ഞാൻ കാവല് ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, ഭീരത്വവും ലുബ്ധതയും തൊട്ട് ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അത് മാത്രമല്ല അശക്തത, അതുപോലെ അലസത, അതിനെ തൊട്ടെല്ലാം കാവല് ചോദിക്കുകയാണ്. വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ, കടവും അടിച്ചമർത്തലും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുകളും എല്ലാത്തിനെ തൊട്ട് നിന്നോട് കാവല് ചോദിക്കുന്നു. അല്ലാഹ്, എന്തൊക്കെ ചോദിക്കണേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. എന്തൊക്കെയാ? മനപ്രയാസം, ദുഃഖം, ഭീരത്വം, ലുബ്ധത, അശക്തത, അലസത, കടം, അടിച്ചമർത്തൽ തുടങ്ങിയുള്ള 8ഓളം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു ഇതങ്ങ് ചൊല്ലിയപ്പോ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അല്ലാഹുവിനെ തവക്കുലാക്കി ചൊല്ലാൻ തുടങ്ങിയപ്പോ, പതിവാക്കിയപ്പോ, എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹിന്റെ റസൂലിന്റെ നേരിട്ട് പറഞ്ഞു കൊടുത്ത കാര്യല്ലേ, സമ്പന്നനായി മാറി. ഇത് ചൊല്ലിക്കൊണ്ടിരുന്ന സമ്പന്നനാകുമെന്നല്ല, നമുക്ക് അല്ലാഹു മഈശത്തിൽ, നമ്മുടെ ജീവിത വിഭവത്തിൽ അല്ലാഹു ബറക്കത്ത് തരും, നമ്മുടെ സമ്പത്ത് അല്ലാഹു അധികരിപ്പിച്ചു തരും, കടങ്ങൾ വീടും, മനപ്രയാസങ്ങൾ മാറും, നമ്മുടെ അശക്തത, ബലഹീനത ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കുഴപ്പമില്ല. പക്ഷെ ശരീരത്തിൽ എന്തോ ഒരു അശക്തത, ഇത് ചൊല്ലിക്കോളിൻ, ഇത് ചൊല്ലിക്കോളിൻ. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധികൾ മാറാൻ ഇത് കഴിയുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടങ്ങൾ വീടും. അത് മാത്രമല്ല, കടം കൊടുത്തവരോട്, കടം വാങ്ങിയവരോട് പറയാനുള്ളത്, അത് വാങ്ങുന്നത് കൊടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ വാങ്ങാവുള്ളൂ. അത് കൊടുത്ത് തന്നെ വീടുക. കടം കൊടുക്കുന്നത് വരെ നല്ല സ്നേഹബന്ധത്തിൽ, കടം കൊടുത്തു കഴിഞ്ഞ് വാങ്ങാൻ പുറകെ നടന്ന ശത്രുത ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. കടം കൊടുക്കുന്നതിനേക്കാൾ വാങ്ങൽ, അത് തിരിച്ചു മേടിക്കൽ വലിയൊരു ബുദ്ധിമുട്ടായി, പ്രയാസമായി മാറുന്ന കാലാണ്. അള്ളാഹു നമുക്ക് കാത്തിരക്ഷിക്കുമാറാകട്ടെ. കടബാധ്യതയുണ്ടെങ്കിൽ ആ മയ്യത്ത് നമസ്കാരം പോലെ നിബിധങ്ങൾ മാറി നിന്ന ചരിത്രങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും. അതൊരു വലിയ ബാധ്യതയായി സ്വർഗം തട്ടിമാറ്റപ്പെടാൻ അതൊരു കാരണമാകുമെന്ന്
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബ് സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ് നിങ്ങൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും കാണുക. അതിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. മഹാന്മാരുടെ ചരിത്രം പാടിയും പറഞ്ഞും ചരിത്ര പഠനമാണ്. തിബ്ബുസ്സലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ഒക്കെ ചൊല്ലുന്ന മജ്ലിസാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ അതിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും പ്രദാനിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.